അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ആർ ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എഫ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ ബി എ ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ലെറ്റ് ദ റിയൽ നമ്പേഴ്സ് a1 a2 a up to a50 be in arithmetic progression. If f of a31 is equal to 64a f of a25, then സമ്മേഷൻ ഒക്കെ തന്നിട്ട് വേറൊരു സമ്മേഷൻ കണ്ടുപിടിക്കാൻ വെച്ചാൽ ഉടായ്പ ക്വസ്റ്റ്യൻ. കാരണം ഇത് നമുക്ക് ഓൾറെഡി എന്താണ് ഫെമിലിയർ ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓൾറെഡി ഫെമിലിയർ ആണ്. എന്താണ് ഇത് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇനി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ ഈക്വിഡിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പോയിന്റ്സുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ജി പിയിലായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം. ജസ്റ്റ് ലൈക്ക് ലീനിയർ ഫംഗ്ഷൻ എടുത്തിട്ട് ഈക്വിഡിസ്റ്റന്റ് ആയിട്ട് പോയിന്റുകൾ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും എ പിയിലാവണ പോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്തായിരിക്കും അത് ജി പി ആവും ജനറേറ്റ് ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം എഫ് ഓഫ് എ ഐ എന്ന് പറയുന്നത് ഒരു ജി പി ആണ്. അത്രേ ഉള്ളൂ അതിലെ കാര്യം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. എഫ് ഓഫ് എ ഐ എന്ന് പറഞ്ഞ സാധനം ക്യാൻ ബി റിട്ടേൺ ആസ് ബി ഐ വേർ B1 B2 അതൊക്കെ എന്താണ് ഒരു ജി പി ആണെന്ന് മനസ്സിലാക്കാം. ഇത് എഴുതി കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിളാണ്. കാരണം അവർ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ജി പിന്റെ 31ാമത്തെ ടേം B31 ഇസ് ഈക്വൽ ടു 64 ടൈംസ് B25 ആണെന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ കോമൺ റേഷ്യോ എത്രയെന്ന് കിട്ടി? കോമൺ റേഷ്യോ B31/B26 എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ R�6 ആണ് നമുക്ക് എന്ത് കിട്ടാൻ പോണത്? 64 കിട്ടാൻ പോണത്. ഓക്കെ, അപ്പോൾ B31/B25 നമുക്ക് കിട്ടും R�6 24 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ നമുക്ക് +or-2 എന്ന് എടുക്കാം. ഓക്കെ, +or-2 എന്ന് എടുക്കാം. പക്ഷേ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എഫ് ഓഫ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ എടുക്കാൻ പോകുന്ന വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട, വറി ചെയ്യേണ്ട ആവശ്യമില്ല. 2 മാത്രം എടുക്കാം. 2 മാത്രം എടുത്തു. യെസ്. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, സമ്മേഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എ ഐന്റെ സമ്മേഷൻ, അതായത് B1 മുതൽ B50 വരെയുള്ള നമ്പറുകളുടെ സമ്മ. ഇപ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ നമ്പർ ഓഫ് ടേംസ് -1 ബൈ കോമൺ റേഷ്യോ -1 ആണ് എന്ത് കിട്ടാൻ പോണത്? 3 ഇൻറ്റു 2^25 + 1. അപ്പോൾ ഈ 2^50 എന്ന് പറയുന്നത് 2^25 - 1 ഇൻറ്റു 2^25 + 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിന് നേരെ B1 എന്താണെന്ന് കിട്ടി? 3 ഡിവൈഡഡ് ബൈ 2^25 - 1 എന്ന് കിട്ടി. ഇത് വളരെ സിമ്പിളാണ്. ഇതിനെ ആക്ച്വലി ഫാക്ടറൈസ് ചെയ്തിട്ട് 2^25 + 1 എന്ന് പറഞ്ഞ ടേം എന്തായി പോയി? ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞു. ഇനി ഇവർ ചോദിച്ചിരിക്കുന്നത് ഈ സാധനമാണ്. ഏത്? B6 മുതൽ B30 വരെയുള്ള സമ്മ്. B6 മുതൽ B30 വരെയുള്ള സമ്മ് എന്ന് പറഞ്ഞാൽ B6 ഇൻറ്റു കോമൺ റേഷ്യോ നമ്പർ ഓഫ് ടേംസ് -1 ബൈ കോമൺ റേഷ്യോ -1. അപ്പോൾ B6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം B1 ഇൻറ്റു R⁵5 ആണ്. അപ്പോൾ ദിസ് ഇസ് 3 ബൈ 2^25 - 1 ഇൻറ്റു R⁵5 എന്ന് പറയുമ്പോൾ 2^5 ഇൻറ്റു 2^25 - 1 ബൈ പിന്നെ 1 ആണത്. അപ്പോൾ ബേസിക്കലി ഇത് കിട്ടാൻ പോകുന്നത് 3 ഇൻറ്റു 2^5 3 ഇൻറ്റു 32 96. അത്രേ ഉള്ളൂ ചെയ്യാൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.